വെൽക്കം ടു മൂവി ബ്രാൻഡ്. ഒരു കാലത്ത് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ താരജോഡികളായിരുന്നു ദിലീപും മഞ്ജു വാര്യരും. വർഷങ്ങൾക്ക് മുൻപ് ഇരുവരും വേർപിരിഞ്ഞു എന്ന വാർത്ത ഏറെ ദുഃഖത്തോടെയാണ് മലയാളികൾ സ്വീകരിച്ചത്. വിവാഹത്തോടെ മഞ്ജു വാര്യർ സിനിമയോടും അഭിനയത്തോടും വിട പറഞ്ഞ് കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങി. പ്രണയിച്ച് വിവാഹിതരായ ഇരുവരും 14 വർഷങ്ങൾക്ക് ശേഷമാണ് വേർപിരിഞ്ഞത്. മഞ്ജുവുമായുള്ള വിവാഹമോചന ശേഷം ദിലീപ് കാവ്യമാധവനെ വിവാഹം കഴിച്ചത് ഏറെ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു. മഞ്ജു വാര്യർ ഭാര്യയായിരിക്കെ ദിലീപും കാവ്യമാധവനും തമ്മിൽ അടുപ്പത്തിലാണെന്ന തരത്തിൽ കഥ പ്രചരിച്ചിരുന്നു. എന്നും ഇക്കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാനാണ് താരങ്ങൾ ശ്രമിച്ചത്. പിന്നീട് മഞ്ജുവുമായി വേർപിരിഞ്ഞ ശേഷം ദിലീപ് കാവ്യ വിവാഹം കഴിക്കുകയും ചെയ്തു. 2015 പരസ്പര സമ്മതത്തോടെ നിയമപരമായി ഇരുവരും വേർപിരിഞ്ഞത്. വേർപിരിയലിന് പിന്നാലെ അതിന്റെ കാരണങ്ങളോ തർക്കങ്ങളോ ഒന്നും ഇവർ തമ്മിൽ പരസ്യമായി ഉണ്ടായിരുന്നില്ല. രണ്ടുപേരും അധികം ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാറുമില്ല. അഭിമുഖങ്ങളിൽ പോലും തങ്ങളുടെ കുടുംബകാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കാറാണ് പതിവ്. ദിലീപ് മഞ്ജുവിനെ കുറിച്ചോ മഞ്ജു ദിലീപിനെ കുറിച്ചോ സംസാരിക്കാറില്ല. ഇപ്പോഴത്തെ മഞ്ജുവിനെ താൻ ആദ്യമായി കണ്ടതിനെ കുറിച്ച് ദിലീപ് പറയുന്ന വീഡിയോ ആണ് വൈറലാകുന്നത്. ഒരു അഭിമുഖത്തിൽ തന്റെ കൂടെ അഭിനയിച്ച നായികമാരെ ആദ്യമായി കണ്ടതിനെ കുറിച്ച് സംസാരിക്കവെയാണ് ദിലീപിന്റെ പ്രതികരണം. നവ്യ നായരെ കുറിച്ചായിരുന്നു ആദ്യം ചോദ്യം. സിബി സാർ കൊണ്ടുവന്നൊരു ഓഡിയോ ക്ലിപ്പാണ് ഞാൻ ആദ്യമായി കണ്ടത്. സിന്ധു പനക്കലാണ് എന്നോട് നവ്യയെ കുറിച്ച് പറയുന്നത്. സിബി സാർ ഒന്നും പറയുന്നില്ല, പക്ഷെ നല്ല ടാലന്റുള്ള കുട്ടിയാണ്, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ നവ്യയുടെ പെർഫോമൻസിന്റെ വീഡിയോ കണ്ടു. മഞ്ജുവിനെയും വിളിച്ച് നവ്യയുടെ വീഡിയോ കാണിച്ചു. സിബി സാറിനെ വിളിച്ച് ആ കുട്ടി ഓക്കെ ആണല്ലോ എന്ന് പറഞ്ഞു. നമ്മൾ സിനിമയിൽ എടുത്തില്ലേലും അവൾ ഹീറോയിൻ ആകുമെന്നും പറഞ്ഞു. അങ്ങനെയാണ് സിബി സാർ നോക്കാമെന്ന് പറയുന്നത്. അങ്ങനെയാണ് നവ്യ വരുന്നത്. നിഖില വിമൽ ബാലയുടെ കണ്ടുപിടുത്തമാണ്. രസമായിട്ടാണ് തിരുവനന്തപുരം സ്ലാങ് ഒക്കെ അവർ പറഞ്ഞത്. പിന്നീടാണ് അവളുടെ കലാപരമായ കുടുംബത്തിൽ നിന്നും വരുന്നതാണെന്ന് മനസ്സിലായത്. കാവ്യമാധവനെ കണ്ടതൊക്കെ അത്ഭുതകരമായ കാര്യമാണ്. കാവ്യയെ പൂക്കാലം വരവായി എന്ന സിനിമയുടെ സമയത്താണ് ആദ്യമായി കാണുന്നത്. നായികയായി ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിൽ എന്റെ ഒപ്പം അഭിനയിച്ചു. ലാലുവാണ് അവളെ തീരുമാനിക്കുന്നത്. അതിനു മുൻപ് കാണുമ്പോഴൊക്കെ നീ നായികയായി വരുമ്പോൾ നമുക്കൊപ്പം മതി എന്നൊക്കെ പറയുമായിരുന്നു. ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഒന്നും അറിയില്ലായിരുന്നുവല്ലോ. മീരാനാഥൻ ആദ്യമായി കാണുന്നത് എളമക്കരയിൽ ക്ഷേത്രത്തിൽ ഒരു പരിപാടിയിൽ വെച്ചാണ്. അവിടെ പാടാൻ വന്നതായിരുന്നു. ലാലുവാണ് കണക്ട് ചെയ്തത്. മഞ്ജുവിനെ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് ആദ്യമായി കാണുന്നത്. ലോഹി സാറാണ് മഞ്ജുവിനെ കൊണ്ടുവരുന്നത്. മഞ്ജുവിനെ ഒറ്റയ്ക്ക് കണ്ടാൽ നല്ല പൊക്കമൊക്കെ തോന്നുമല്ലോ. അതുകൊണ്ട് അറിയാത്ത മട്ടിൽ ലോഹി സാർ മഞ്ജുവിനെ എൻ്റെ അടുത്ത് നിർത്തിച്ചു. സാർ എനിക്ക് പൊക്കമുണ്ടോ എന്നൊക്കെയാണ് നോക്കുകയാണ്. അന്ന് തൊട്ടാണ് ഞങ്ങൾ സുഹൃത്തുക്കളായത് എന്നാണ് ദിലീപ് പറയുന്നത്. അതേസമയം വീഡിയോയ്ക്ക് താഴെ ദിലീപിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. മഞ്ജു വാര്യരുടെ പേര് പറയാൻ പോലും ദിലീപിന് യോഗ്യതയില്ലെന്നാണ് കമന്റുകളിൽ ഏറെയും. ആ പേരിപ്പോൾ ഒരു പേടി സ്വപ്നമല്ലേ എന്നാണ് ചില കമന്റുകൾ. സ്വന്തം ജീവിതത്തോട് പോലും സത്യസന്ധത പുലർത്താത്ത താൻ വെറുമൊരു നാടക നടൻ മാത്രമാണെന്നാണ് മറ്റൊരു കമന്റ്. നടി ആക്രമിക്കപ്പെട്ട കേസടക്കം ചൂണ്ടിക്കാട്ടിയുള്ള വിമർശനങ്ങളും ഉണ്ട്.